യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ പോയ രാവിൽ എഫ്.സി. ബാഴ്സലോണയും മാഞ്ചസ്റ്റർ സിറ്റിയും പരാജയപ്പെട്ടു. സൂപ്പർ പോരാട്ടത്തിൽ ചെൽസിയാണ് ബാഴ്സലോണയെ വീഴ്ത്തിയത്. സ്റ്റാംഫോർഡ് ബ്രിഡ്ജിൽ എതിരില്ലാത്ത 3 ഗോളുകൾക്കായിരുന്നു ചെൽസിയുടെ വിജയം. മത്സരത്തിൽ ബാഴ്സ ഡിഫൻസ് പരാജയപ്പെട്ടപ്പോൾ 27-ാം മിനിറ്റിൽ കൂണ്ടയുടെ ഓൺ ഗോളിലൂടെ ചെൽസി മുന്നിലെത്തി. ആദ്യ പകുതി അവസാനിക്കും മുൻപ് റൊണാൾഡോ അറൗഹോ രണ്ടാം മഞ്ഞക്കാർഡ് കണ്ട് പുറത്തുപോയതോടെ ബാഴ്സലോണ 10 പേരായി ചുരുങ്ങി. രണ്ടാം പകുതിയിൽ എസ്താവോയുടെയും ലിയാൻ ഡെലാപ്പിന്റെയും ഗോളുകളിലൂടെ ചെൽസി വിജയമുറപ്പിച്ചു. ജയത്തോടെ 5 മത്സരങ്ങളിൽ നിന്ന് 10 പോയിന്റോടെ ചെൽസി നിലവിൽ ലീഗ് ഫേസിൽ 5-ാം സ്ഥാനത്തേക്ക് എത്തി. 7 പോയിന്റുള്ള ബാഴ്സലോണ 15-ാം സ്ഥാനത്തേക്ക് വീണു. അതേസമയം മാഞ്ചസ്റ്റർ സിറ്റിയെ ജർമ്മൻ ക്ലബ് ബയർ ലെവർകൂസനാണ് പരാജയപ്പെടുത്തിയത്. സിറ്റിയുടെ മൈതാനത്ത് എതിരില്ലാത്ത 2 ഗോളുകൾക്കായിരുന്നു ലെവർകൂസന്റെ വിജയം. ആദ്യ പകുതിയിൽ അലക്സാൻഡ്രോ ഗ്രിമാൾഡോയും രണ്ടാം പകുതിയിൽ പാട്രിക് ഷിക്കുമാണ് ലെവർകൂസനായി ലക്ഷ്യം കണ്ടത്. തോറ്റെങ്കിലും മാഞ്ചസ്റ്റർ സിറ്റി നിലവിൽ 10 പോയിന്റുമായി 6-ാം സ്ഥാനത്തുണ്ട്. ജയത്തോടെ ലെവർകൂസൻ 8 പോയിന്റുമായി 13-ാം സ്ഥാനത്തേക്ക് എത്തി. ഇറ്റാലിയൻ വമ്പന്മാരായ യുവന്റസ് ആവേശകരമായ വിജയം സ്വന്തമാക്കി. ബോഡോ ഗ്ലിംറ്റിനെ 2-നെതിരെ 3 ഗോളുകൾക്കാണ് യുവന്റസ് പരാജയപ്പെടുത്തിയത്. 87-ാം മിനിറ്റിൽ സമനില വഴങ്ങിയ യുവന്റസ് ഇഞ്ചുറി ടൈമിൽ ജൊനാഥൻ ഡേവിഡിന്റെ ഗോളിൽ വിജയം സ്വന്തമാക്കുകയായിരുന്നു. മക്കെന്നി, ഒപ്പൻഡ എന്നിവരാണ് മറ്റു ഗോളുകൾ യുവന്റസിനായി നേടിയത്. ജർമ്മൻ ക്ലബ് ബൊറൂസിയ ഡോർട്ട്മുണ്ട് സ്പാനിഷ് ക്ലബ് വിയാറയലിനെ പരാജയപ്പെടുത്തി. എതിരില്ലാത്ത 4 ഗോളുകൾക്കായിരുന്നു ഡോർട്ട്മുണ്ടിന്റെ വിജയം. ഗുയിറാസി ഇരട്ട ഗോളുകൾ നേടിയപ്പോൾ അഡയാമി, ഡാനിയൽ എന്നിവർ ഓരോ ഗോളുകൾ നേടി. ഇംഗ്ലീഷ് ക്ലബ് ന്യൂകാസിലിനെ ഫ്രഞ്ച് ക്ലബ് മാഴ്സെ പരാജയപ്പെടുത്തി. 1-നെതിരെ 2 ഗോളുകൾക്കായിരുന്നു മാഴ്സയുടെ വിജയം. ഹാർവി ബാർൺസിന്റെ ഗോളിൽ മുന്നിലെത്തിയ ന്യൂകാസിലിനെതിരെ ഒബമയാങ്ങിന്റെ ഇരട്ട ഗോളുകളിലൂടെ ഫ്രഞ്ച് ക്ലബ് വിജയം സ്വന്തമാക്കുകയായിരുന്നു. ഇറ്റാലിയൻ വമ്പന്മാരായ നാപ്പോളിയും കഴിഞ്ഞ രാവിൽ വിജയം നേടി. കാരക്ബാഗിനെ നേരിട്ട നാപ്പോളി എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് വിജയിച്ചത്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ സബ്സ്ക്രൈബ് ചെയ്യുക.